മോദി വിയർക്കുകയാണ് വാരണസിയിൽ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ലീഡ് എത്രയാണെന്നറിയോ? 1,26,000. രാഹുൽ ഗാന്ധിക്ക് 2 മണ്ഡലത്തിലും 2 ലക്ഷം കടന്നു. 3 ലക്ഷം കടന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, മോദിയുടെ ഭൂരിപക്ഷം 1.25 ലക്ഷമായിരിക്കുന്നു. ധ്യാനം കൊണ്ടൊന്നും ഭൂരിപക്ഷം ഉയർന്നിട്ടില്ല. 4,70,000-ത്തിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം പോകുവാൻ വേണ്ടി കന്യാകുമാരിയിൽ ധ്യാനമിരുന്ന നരേന്ദ്രമോദിക്ക് 1,26,000, 1.25 ലക്ഷം ഭൂരിപക്ഷം മാത്രം. നോക്കൂ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി 3,13,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് ലീഡ് നിലയിൽ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. INDIA ഇതുവരെ കേവല ഭൂരിപക്ഷത്തിൽ തൊട്ടിട്ടില്ല. 229 ഇങ്ങനെ നിൽക്കുകയാണ്. 230, 235 എങ്കിലും എത്തിക്കൂ. അവിയൽ മുന്നണിയാണ് ഇന്ത്യയെങ്കിൽ ഇഞ്ചി മുന്നണിയാണ് യഥാർത്ഥത്തിൽ NDA. കാരണം അപ്പുറത്ത് TDPയും അവസാനം എടുത്തുകൊണ്ടുവന്ന JDUവും മാത്രമാണ് നിലവിൽ BJPക്ക് എന്തെങ്കിലും പ്രതീക്ഷ കൊടുക്കുന്നത്. BJP 240 നിൽക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റ് കുറവാണ് BJPക്ക്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ ലീഡ് 1326 പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആറ്റിങ്ങലിൽ എന്തും സംഭവിക്കാം. ത്രികോണ മത്സരമാണ്. ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ അടൂർ പ്രകാശ്, വി ജോയ്, വി മുരളീധരൻ എന്നിവരാണ്. അവിശ്വസനീയമായ ഒരു കണക്ക് വരുന്നു. MP നികേഷ് കുമാർ, തളിപ്പറമ്പിൽ 16,965 വോട്ടുകൾ പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം മണ്ഡലത്തിൽ കെ സുധാകരന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. 16,905 65 വോട്ടുകളാണ്. അതത്ര ചെറിയ കണക്കല്ല. പാർട്ടി അതിന് കൃത്യമായ മറുപടി നൽകേണ്ടി വരും, വിശദീകരണം നൽകി. മറുപടി ഒന്നുമില്ല അതിനകത്ത്. ഇതിനകത്തൊക്കെ എന്ത് മറുപടിയാണുള്ളത്? 16,905 ലീഡ് തളിപ്പറമ്പിൽ കെ സുധാകരന് കിട്ടുക എന്ന് പറഞ്ഞാൽ കേസിയുടെ പ്രതികരണം വരുന്നു. കേസിയുടെ പ്രതികരണം നമുക്ക് വേണം. KC വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നു. എന്താണ് KC വേണുഗോപാൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടുവരാം. KC വേണുഗോപാൽ.